ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്ന വീഡിയോ. അതിനായിട്ട് 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം നല്ല രീതിയിൽ കളഞ്ഞേച്ച് നമുക്ക് 1/2 ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തിട്ടാണ് ഇന്ന് ചിക്കൻ വെക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നല്ലതായി പുരട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കങ്ങനെ വെക്കാം, ഇതെല്ലാം പിടിക്കാൻ വേണ്ടി. കുരുമുളക് പൊടി ഇപ്പം 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് പൊടി എടുക്കാവുന്നതാണ്. നമുക്കിനി വറക്കാൻ വേണ്ടി പാനൊക്കെ എടുത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. എന്നുവെച്ച് നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വറക്കാം. നമുക്ക് ഒരു മീഡിയം രൂപത്തിൽ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മീഡിയം സൈസിൽ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായ ഒരു 5-6 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കിയതും, ഒരു തക്കാളിയും, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് വഴറ്റിയെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസായി ഒരു ബ്രൗൺ കളറായപ്പോഴത്തേക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. അതിനെക്കൂട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോട് ഇട്ട് വഴറ്റാം. നമ്മൾ പേസ്റ്റ് ആക്കിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പേസ്റ്റും കൂടെ ചേർത്ത് ഇനി നമുക്ക് വഴറ്റാം. നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് അതും ഒന്ന് വാടി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയോടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. ആ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നിടം വരെ. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ചെറിയ രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കറിക്കകത്തോട്ട് ആ ചിക്കനിലോട്ട് ഈ ഇപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം നമുക്ക് ഇതിനകത്തോട്ട്, കാരണം നല്ല ചിക്കൻ ചാറുമൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി. അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നല്ലതായിട്ടൊന്ന് ചൂടാക്കി തിളയ്ക്കണം. നല്ല രീതിയിൽ അടച്ച് വെച്ച് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.